നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അത്യത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ അനേക രാജ്യങ്ങളിലിരുന്ന് അനേക അവസ്ഥകളിൽ കർത്താവിൻ്റെ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന സർവ്വജനപദങ്ങളെയും സർവ്വ മക്കളെയും സ്വർഗത്തിൽ നിന്ന് അത്യുന്നത ദൈവം തൻ്റെ കൃപയാലും തൻ്റെ ആത്മാവിനാലും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ അനേകം കുട്ടികൾ ഇഷ്ടത്തോടെ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് വളരെ പ്രായമുള്ള സഹോദരങ്ങൾ വരെ അനേകം ആളുകൾ ഈ സമയം അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിന് മുമ്പിൽ ലോകം മുഴുവൻ ഇപ്പോൾ നമ്മോടൊപ്പം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മക്കളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് സ്പർശിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കരങ്ങൾ വെക്കണമേ. യേശുവേ, ഇപ്പോൾ അവിടുന്ന് തൊടണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്പർശിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരന്മാരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. മൂകർ ആനന്ദഗീതം ആലപിക്കും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. ചുട്ടുതപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ഓ ദൈവമേ, ഈ ഒരു വലിയ വിടുതലിൻ്റെ വലിയൊരു അത്ഭുതം ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്ക് അവിടെ നൽകണമേ. ചുട്ടുതപിച്ച മണലാരണ്യം ജലാശയമായി മാറുന്ന വലിയ ദൈവിക സന്ദർശനം കുടുംബങ്ങളിലും ജീവിതങ്ങളിലും അവിടുന്ന് ഇപ്പോൾ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗികളെ സ്പർശിക്കണമേ, ബാലികാബാലന്മാരെ സ്പർശിക്കണമേ, കുട്ടികളെ സ്പർശിക്കണമേ, മാനസാന്തരയില്ലാത്ത കഠിന ഹൃദയരെ സ്പർശിക്കണമേ. കഠിന മദ്യപാനികൾ ഇപ്പോൾ മദ്യപാനം വിട്ട് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കുട്ടികൾ പാരൻസിൻ്റെ കൂടെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കണം. നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഹൃദയത്തിലേക്ക് നിറയും. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവും ജീവനുമാണ് ഓരോ ദൈവവചനവും. ആത്മാവും ജീവനുമാണ് ഓരോ ദൈവവചനവും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വിശ്വാസത്തോടെ ഈ വചനം സ്വീകരിച്ചാൽ അവിടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നിത്യജീവൻ്റെ വചനങ്ങൾ
എന്നാണ് ദൈവവചനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ്ലീഹായിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവന്റെ വചനം എന്ന് മറ്റൊരു ഭാഗത്തും നമ്മൾ വായിക്കുന്നു. ജീവന്റെ വചനം. അതുകൊണ്ട് മക്കളെ, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഒരു ധ്യാന കേന്ദ്രത്തിൽ നന്നായി ശ്രദ്ധാപൂർവം നോട്ട് എഴുതിയെടുത്ത് പ്രാർത്ഥനാപൂർവം ധ്യാനം കൂടുന്നത് വചനം കേൾക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇരുന്ന് നിങ്ങൾ ഈ ദൈവവചനത്തെ ആദരിക്കുമോ? ഈ വചനം ആദരപൂർവ്വം നിങ്ങൾ കേൾക്കുമോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ യേശുവിൻ്റെ സന്ദർശനം, യേശുവിൻ്റെ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കാൻ ദൈവം ഇടവരുത്തും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മീഡിയയിലൂടെയുള്ള വചന ശുശ്രൂഷകളെ ആദരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിരവധി വ്യക്തികളുടെ ഉള്ളിൽ സാത്താൻ ഒരു പ്രത്യേക നുണചിന്ത വിതച്ചിരിക്കുകയാണ്. പള്ളിയിൽ കുർബാനയുടെ ഇടയിൽ പറയുന്ന വചനങ്ങൾ കേൾക്കാം, ധ്യാനത്തിൽ പറയുന്ന വചനങ്ങൾ കേൾക്കാം, കൺവെൻഷന് പോയി വചനം കേൾക്കാം, അച്ഛൻ നേരിട്ട് വചനം പറഞ്ഞാൽ കേൾക്കാം. ടി വിയിലൂടെ വചനം പറയുമ്പോൾ, യൂട്യൂബിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മീഡിയയിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ വചനം പറഞ്ഞാൽ അതൊന്നും അത്ര ശക്തിയുള്ള വചനമൊന്നും അല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നണത്. ഒരു തോന്നൽ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് പല ദൈവമക്കളും അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുക്കുന്ന ആ അനുഭവം സ്വീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ തകർച്ചകളിലേക്ക് ദൈവം വചനം അയക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ വചനം നമ്മൾ സ്വീകരിക്കണം. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക്, ആ കണ്ണുനീരിൻ്റെ നടുവിലേക്ക് ദൈവം തൻ്റെ വചനം അയച്ച് അവരെ രക്ഷിക്കുന്നു. ഇതാണ് നാം ദൈവവചനത്തിൽ കാണുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടുന്ന് തൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കുന്നു. ആ വചനം നമുക്ക് ഉറക്കെ പറയാം. അവിടുന്ന് തന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കുന്നു. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 42 വേഴ്സ് 15. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതം. ഈ ഒരു വചനം വളരെ ബോധ്യപ്പെട്ടൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. 2014 ഡിസംബറിൽ അട്ടപ്പാടി സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡീക്കന്മാരുടെ ഒരു ധ്യാനം നടന്നു. വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട ശമ്മാശന്മാർ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു ധ്യാനമാണത്. അങ്ങനെ ആ ധ്യാന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആ ഡീക്കൻ അനുഭവം പറഞ്ഞു. ആ ഡീക്കൻ പറഞ്ഞിങ്ങനെയാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യം വേണ്ട എന്ന് വിചാരിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോകാനിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൂടെ അച്ഛൻ പറഞ്ഞ ഒരു വചനമാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഫേസ്ബുക്കിലെ ശുശ്രൂഷയൊക്കെ നിർത്തി എങ്ങനെയെങ്കിലും മറ്റ് നേരിട്ടുള്ള ശുശ്രൂഷ മാത്രം മതിയെന്ന് വിചാരിക്കുന്ന സമയത്താണ് ശമ്മാശൻ വന്ന് ഈ ഒരു അനുഭവം പറയുന്നത്. ഞാൻ ചോദിച്ചു, ബഹുമാനപ്പെട്ട ഡീക്ക, അത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 വർഷം മുമ്പ് ഡീക്കൻ പഠനമെല്ലാം പൂർത്തിയാക്കി, തിയോളജി പഠനമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തിരുപ്പട്ടത്തിന് ഒരുങ്ങുന്ന സമയത്ത് ആ ഡീക്കൻ അച്ഛൻ്റെ ആ മേലധികാരികൾ വിളിച്ചിട്ട് പറഞ്ഞു, 2 വർഷത്തേക്ക് പട്ടയില്ല, 2 വർഷം എവിടെയെങ്കിലും പോയി റീജൻസ് ചെയ്യണം, പട്ടത്തിന് വേണ്ടി ഒരുങ്ങണ്ട, എന്തോ ചില ശിക്ഷാ നടപടികളുണ്ട് എന്ന് പറഞ്ഞ് 2 വർഷത്തേക്ക് തിരുപ്പട്ടം തടഞ്ഞു. അപ്പോൾ ആ ഡീക്കൻ വളരെ പ്രാർത്ഥനയും ദൈവകൃപയുള്ള ഡീക്കൻ, ആ ഡീക്കൻ മേലധികാരികളെ പൂർണ്ണമായും അനുസരിച്ച് 2 വർഷം പ്രാർത്ഥിച്ചും ഓരോ ശുശ്രൂഷകൾ ചെയ്തും തിരുപ്പട്ടത്തിന് വേണ്ടി ഒരുങ്ങി. അങ്ങനെ 2014-ാം ആണ്ടിൽ തിരുപ്പട്ടം കൊടുക്കാമെന്ന് മേലധികാരികൾ സമ്മതിച്ചു. അങ്ങനെ ഒരു ബിഷപ്പിനോട് പറഞ്ഞു, ഒരു തിരുപ്പട്ടത്തിന് ഡേറ്റ് ബുക്ക് ചെയ്തു, സ്ഥലം ബുക്ക് ചെയ്തു, ഇടവക ബുക്ക് ചെയ്തു, ക്ഷണക്കത്ത് അടിച്ചു, എല്ലാവരെയും വിവരം അറിയിച്ചു, വീട്ടുകാരൊരുങ്ങി, ബന്ധുക്കൾ ഒരുങ്ങി, ബാക്കി സംവിധാനങ്ങളും ബാക്കി എല്ലാം ഒരുങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ധ്യാനത്തിന് ഒരാഴ്ച മുമ്പ്
മേലധികാരികൾ വിളിച്ച് പറയുകയാണ്, ഈ വർഷവും പട്ടയില്ല, അനിശ്ചിതമായി നീട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ കൂടുതലായിട്ട് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഈ വർഷവും പട്ടയില്ല എന്ന് ഈ ശമ്മാശനെ വിളിച്ചറിയിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ ക്ഷണക്കത്തടിച്ചു. വീട്ടുകാരെല്ലാം ഒരുങ്ങി, ബന്ധുക്കളെല്ലാം ഒരുങ്ങി, ഇടവക ഒരുങ്ങി, ബിഷപ്പിനെ അറിയിച്ചു, ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ ആ ഒരുക്കം അങ്ങനെ തകൃതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ക്ഷണത്തിൽ ഈ ബ്രദറിൻ്റെ, ഈ ഡീക്കനച്ചൻ്റെ ഹൃദയം ആകെ തളർന്നു പോയി. ആ തളർച്ചയിൽ അദ്ദേഹം ചിന്തിച്ചു, ഇനി പട്ടം സ്വീകരിക്കേണ്ട, ഇനി വേറെ വല്ല ജോലിക്ക് പോയാൽ മതി, ഇനി പട്ടം സ്വീകരിക്കേണ്ട എന്ന് ചിന്തിച്ച് അന്ന് രാത്രി വളരെ വിഷമത്തോടെ കിടക്കാൻ പോകുമ്പോൾ രാത്രി ലാസ്റ്റ് മൊബൈൽ ഫോണിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് ഞാനും റെനിയസിനും കൂടെ ഒരു വചനം പറയുന്ന പോസ്റ്റാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യമാണ് അന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത്. ആ വചനം ഞാനും റെനിയച്ചനും കൂടി അത് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്ത് ലോകത്തെ അറിയിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:27 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക് ചാപ്റ്റർ 18:27. വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മെൻ ഈസ് പോസിബിൾ വിത്ത് ഗാഡ്. വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മെൻ ഈസ് പോസിബിൾ വിത്ത് ഗാഡ്. ഈ ഒരു വചനം പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ അത് എടുത്ത് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തു. ഈ ഡീക്കനച്ചൻ അന്ന് രാത്രി നിരാശയോടും വലിയ മനോവിഷമത്തോടും കയ്പോടും സങ്കടത്തോടും കൂടെ കിടക്കാൻ പോകുമ്പോൾ ഈ ഡീക്കനച്ചൻ ഇങ്ങനെ ലാസ്റ്റ് പോസ്റ്റ് നോക്കിയത് ഈ ഒരു വചനമാണ്. ഇത് കണ്ട ഉടനെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് സർവശക്തനായ ദൈവമാണ്, വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല, വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ തീരുമാനം മാറ്റി ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ ക്ഷണക്കത്ത് അടിച്ചതുപോലെ ആ കൃത്യ ഡേറ്റിൽ ആ പള്ളി വെച്ച് ആ പിതാവിലൂടെ തന്നെ എനിക്ക് പട്ടം കിട്ടിയാൽ ഞാൻ അട്ടപ്പാടിയിൽ പോയി സാക്ഷ്യപ്പെടുത്തും എന്നൊരു നേർച്ച നേർന്ന് അന്ന് രാത്രി കടന്നുറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിവസം തികഞ്ഞില്ല. അതിനു മുമ്പ് മേലധികാരികൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു എമർജൻസി അടിയന്തര യോഗം, ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരുന്നു, ഉന്നതാധികാരികളുടെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഡീക്കനച്ചന് മുൻ നിശ്ചയിച്ച പ്രകാരം ഈ വർഷം തന്നെ പട്ടം സ്വീകരിക്കാനുള്ള നടപടികളോട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നടപടിയൊന്നും നിർത്തണ്ട, മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് മേലധികാരികൾ ആ അറിയിപ്പ് ഡീക്കനെ അറിയിച്ചു. എന്നൊക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡീക്കന്മാരുടെ ധ്യാനം 2014 ഡിസംബർ മാസത്തിൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാനഗതിയിൽ നടക്കുമ്പോൾ ഈ ഡീക്കനച്ചൻ വന്ന് ഈ ഒരു അനുഭവം പങ്കുവെച്ചു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇലക്ട്രോണിക് മീഡിയയിലൂടെ അല്ലെങ്കിൽ മീഡിയയിലൂടെയുള്ള വചന ശുശ്രൂഷകളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ, ആദരിക്കുന്നതിൻ്റെ ഒരു വില, അതിനെക്കുറിച്ച് അതിൻ്റെ പ്രസക്തി എനിക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഞാൻ പലതിനെ അവഗണിച്ചിട്ടിരുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നോ 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 ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ഇതെല്ലാത്തിലൂടെയും സുവിശേഷ വേല ചെയ്യണമെന്ന് ടി വിയിലൂടെയും ഫേസ്ബുക്കിലൂടെയും റേഡിയോയിലൂടെയും ഇലക്ട്രോണിക് മീഡിയ എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാറ്റിലൂടെയും ദൈവവേല ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ഉൾക്കാഴ്ച തന്ന ഒരു സംഭവമായിരുന്നു. ആ സംഭവം മീഡിയയിലൂടെ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത, അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു വചനം അയക്കുന്നു. ദാനിയേൽ പുസ്തകത്തിൽ 9-ാം അധ്യായം 23-ാം വാക്യം, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 9 വേഴ്സ് 23. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു വചനമുണ്ടായി. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 9 വേഴ്സ് 23. At the beginning of your supplications a word went forth, and I have come to tell it to you, for you are greatly beloved. Therefore consider the word and understand the vision. At the beginning of your supplications a word went forth. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ
ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അലട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു നെടുവീർപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു വചനം ദൈവം അയക്കും. ആ നെടുവീർപ്പ്, ആ കണ്ണുനീര്, ആ തകർച്ച, ആ ദുഃഖം പരിഹരിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണത്. അത് ഞാൻ നിങ്ങൾ കേൾക്കണം. ഞാൻ പിറവം കൺവെൻഷൻ നടത്തുമ്പോൾ ബോംബെയിൽ നിന്ന് ഒരു കുട്ടി ആ കുട്ടിയുടെ പാരൻസുമായി വന്ന് ഒരനുഭവം പങ്കുവെച്ച്. എൻ്റെ പേര് ജോയൽ ജോർജാണ്. ഞാൻ ജനിച്ച് വളർന്ന് ബോംബെയിലാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. മലയാളം ശരിക്കും അറിയാൻ പാടില്ല, കുറച്ച് മലയാളം അറിയാം. അത് പറഞ്ഞു. ഞാൻ പഠിത്തത്തിൽ ഭയങ്കര മോശമായിരുന്നു. പഠനത്തിൽ പഠന കാര്യങ്ങളിൽ വളരെ മോശമായ ഒരവസ്ഥയായിരുന്നു. 11th എനിക്ക് അക്കൗണ്ട്സിൽ ഭയങ്കര കുറവ് മാർക്സ് വന്നു. ജസ്റ്റ് പാസ്സായത്. പക്ഷെ +2 ശരിക്കും മാർക്ക് കുറഞ്ഞു. ബാക്കി എല്ലാ സബ്ജക്റ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഏത് വിഷയം മോശം? അക്കൗണ്ട്സ് വളരെ പുവർ. യൂണിറ്റ് ടെസ്റ്റിലൊക്കെ എനിക്ക് 4.5 മാർക്ക് കിട്ടിയോളൂ. 4.5? 40. ഓ, അത് തീരെ മോശമാണ്. അത് കഴിഞ്ഞിട്ട് മമ്മിയും പപ്പ പറഞ്ഞു ട്യൂഷനിൽ പോകാൻ. എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഈ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എന്നിട്ട് ട്യൂഷനിലും പോയിട്ട് ഞാൻ ഫെയിലായി. 23 പോയപ്പോൾ ബാക്കികളുണ്ടായി, എല്ലാം പോയി. എന്നിട്ട് ഞാൻ പിന്നെ ഒത്തിരി പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അഭിഷേകിനി ഇത് കാണുവാന്നു, ശാലോമില് കാണാൻ തുടങ്ങി. ഈ സമയത്താണ് ആരോ ഇവന് ഒരു നല്ല ഉപദേശം കൊടുത്തത്. മോനെ, നിന്റെ ബുദ്ധി തെളിയ ഒരു വഴിയുണ്ട്. ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇനി ഇത് കണ്ടുവെക്കിയേ, ബുദ്ധി അങ്ങോട്ട് തെളിയും. യുവജനങ്ങളെ അനുഗ്രഹിക്കുന്ന യേശു അവിടെ വരുമെന്ന് ഈശോയുടെ ഒരു ദൂത് ആരോ ഈ കുട്ടിക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഒരു പ്രാവശ്യം അഭിഷേകാഗ്നിയില് അച്ഛൻ ഒരു മെസ്സേജ് പറഞ്ഞു, ദൈവത്തിന് കൊച്ചു പിള്ളേരുടെ പ്രാർത്ഥന ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ പ്രാർത്ഥന കേൾക്കും. കൊച്ചു പിള്ളേർ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കേൾക്കും. +1 +2 പറഞ്ഞാലും കേൾക്കുമെന്ന് അവിടെ എന്നിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയത്തോടെ അപ്പം തന്നെ അത് വിശ്വസിച്ച്. ചില മറക്കട മുഷ്ടികളുണ്ട്, ആ സമയത്തും കളിക്കാൻ പോകും. എന്നാൽ ഇവനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് 80 മാർക്സ് എങ്കിൽ കിട്ടണമേ. എത്ര? 4.5 മാർക്കുള്ളൂ നമ്മുടെ പഴയ. അപ്പം നീ പ്രാർത്ഥിച്ചത് 80%? ആക്ച്വലി എനിക്ക് 40 മാർക്ക് കിട്ടാണ്ടിരുന്നേ. പക്ഷേ ഞാൻ എന്നാലും പറഞ്ഞു 80. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 40 കിട്ടിയാൽ മതി എന്ന് പറയാൻ നിന്നില്ല. ഈ 80 കിട്ടട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത് ഒരു അത്ഭുതം തന്നെ സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. 80 മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ അടുത്ത് പപ്പ പറഞ്ഞു, എടാ ഇത്ര കുറച്ചെന്തിനാ വയ്ക്കണം, കുറച്ചും കൂടെ കൂടുതൽ വയ്ക്കാൻ പറ്റേ. പപ്പ മോശമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, എന്നാലും ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് 90 മാർക്സ് എങ്കിലും കിട്ടണമേ. അപ്പം നീ കൂട്ടി പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നെട്ടിപ്പോയി. എനിക്ക് 93 കിട്ടിയത്. 93. എന്ത്? 93. ശരിക്കും നോക്കിയായിരുന്നു. എൻ്റെ പേര് തന്നെയായിരുന്നോ? എനിക്കും അറിയാൻ പറ്റാ 93 ആണ്. കണ്ടപ്പോൾ നെട്ടിപ്പോയി. ഇവന് തന്നെ സംശയം. ഇവൻ ഒരു ഞെട്ടലോടെയാണ് ഇത് കണ്ട ഉടനെ ഒരു ഇടിവാള്. ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയ അത്ര സെക്കൻഡ് ഹയസ്റ്റ് ആണു 93. എന്നിട്ട് പള്ളിയിൽ പ്രൈസും കിട്ടി, ഫസ്റ്റ് പ്രൈസ്. ആദ്യമൊക്കെ 4.5 മാർക്കായിരുന്നു അല്ലേ? പണ്ടൊക്കെ 4.5 മാർക്കാണ്. 4.5 മാർക്ക്. പിന്നെ ട്യൂഷന് പോയിട്ട് തോറ്റു, അതും ഇല്ലാതെയായി. അങ്ങനത്തെ സമയത്താണ് അഭിഷേകിനെ കണ്ടപ്പോൾ ഒരു ദൂത് ഈശോ പറഞ്ഞു, കുട്ടികൾ പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് ഇഷ്ടമാണ്, ഈശോ അടുത്ത് വന്ന് അനുഗ്രഹിക്കും. അപ്പോൾ ഈ മാനത് വിശ്വസിച്ചു. ഞാൻ +1 കാരനാണെങ്കിലും +2 ആണെങ്കിലും എന്നെയും ഈശോയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് നല്ല ഈ 80 ഇത് പപ്പ കേട്ടിട്ട് പപ്പ ഓടി വന്ന് പപ്പ പറഞ്ഞു, നീ 80 നിർത്തരുത്, ചോദിക്കുകയാണെങ്കിൽ 90 ചോദിക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? 90 എങ്കിലും ചോദിക്കാൻ പറ്റില്ല. 90-നേക്കാളും കൂടുതലാണ് ചോദിച്ചത്. പപ്പ പറഞ്ഞു കുറച്ച് കൂടുതൽ ചോദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? യേശുവിനോട് പറഞ്ഞു, യേശുവേ സോറി, ഞാൻ ചെറുതായിട്ടുകൊണ്ട് 80 ചോദിച്ചതാണ്. പപ്പ കുറച്ചും കൂടെ കൂട്ടി ചോദിക്കാം, 90 തരാമോ എന്ന് ചോദിച്ചു. അതങ്ങോട്ട് ചോദിച്ചു. അപ്പം എത്ര കിട്ടി? 93. 93. 93. 100. ഇപ്പം ഞാൻ നേർച്ച നേർന്നാന്നു.
അപ്പം കൂടുതൽ കിട്ടിയാൽ ഞാൻ സാക്ഷ്യം പറയും. ആ അപ്പം ഞാൻ ഓർത്തു അട്ടപ്പാടി ഒത്തിരി ദൂരെ ആയിരിക്കും. ഇപ്പം പിന്നെ അറിഞ്ഞ ഇവിടെ കൺവെൻഷൻ ഉണ്ട്. അപ്പം അത് അട്ടപ്പാടിയിലെ കൺവെൻഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അട്ടപ്പാടി ദൂരെയുള്ള ഞാൻ എങ്ങനെ അട്ടപ്പാടിക്ക് പോകും, ആരെന്നെ അട്ടപ്പാടിക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ പിറവത്ത് അട്ടപ്പാടി വരുന്നതായിട്ട്. നിനക്ക് സന്തോഷമാണോ? ആ ഒത്തിരി സന്തോഷമുണ്ട്. അഭിഷേകത്തിന് കഴിഞ്ഞ് കാണുമോ അല്ലെങ്കിൽ നിർത്തിയോ? ഇല്ല, എപ്പോഴും കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവർ ബോംബെയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിലും ശരി, മലയാളമൊന്നും ശരിക്കും പറയാൻ പറ്റുന്ന സ്ഥിതി അല്ലെങ്കിലും ശരി, നോക്കിയ യേശുവിനെ പ്രതി അതെല്ലാം കൂടി വെളിപ്പെടുത്തി, ജീവിതത്തിൻ്റെ അനുഭവം വെളിപ്പെടുത്തി യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി സ്റ്റേജിൽ കർത്താവ് കൊണ്ടുവന്ന് നിർത്തി. ഇതേമാതിരി നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളെയും യുവജനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഇതേപോലെ ക്ലാസ്സിൽ മോശമായ പലരും ഉണ്ടായിരുന്നു. അവർ ഒന്ന് ചിലപ്പം കൂടുതൽ മോശമായിട്ട് അവസാനം അവർ വേറെ വഴിക്ക് പോയി കാണും. പക്ഷേ ഇവനെ ദൈവം അനുഗ്രഹിച്ച് അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഓരോ സമയത്ത് കാണേണ്ടത് കണ്ട്, പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ച്, പ്രാപിക്കേണ്ട ബ്ലെസ്സിങ് പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗതിയാണ് മാറി വരുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. എല്ലാ നാളും നിൻ സ്തുതികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കൊച്ചു മകൻ്റെ വേദന നിങ്ങൾ കണ്ടോ? ആ മകന് എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടണില്ല, ട്യൂഷന് പോയിട്ട് മാർക്ക് കിട്ടണില്ല, സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ട് മാർക്ക് കിട്ടണില്ല. എന്തു ചെയ്തിട്ട് ഒരു മേൽഗതി വിദ്യാഭ്യാസത്തിൽ പഠനത്തോടനുബന്ധിച്ച് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ്റെ നെടുവീർപ്പും ഇവൻ്റെ കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരെല്ലാം ദൈവസന്നിധിയിലെത്തി. അപ്പോൾ തന്നെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ, ഈ മകൻ്റെ ജീവിതത്തിന് അന്ധകാരം മാറ്റി, ഈ മകൻ്റെ ജീവിതം നല്ല ബ്രൈറ്റായി, നല്ല പ്രകാശമാനമായ പ്രശോഭിതമായ ഒരു ഭാവി മകന് കൊടുക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരു വചനം അയക്കപ്പെട്ടു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. അത് ടെലിവിഷനിലൂടെ പ്രഖ്യാപനം ചെയ്തു. അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷയിലൂടെ ഷാലോം ചാനലിൽ അത് സംപ്രേഷണം ചെയ്യപ്പെട്ടു. അതവൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി ആ അമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ഷാലോം ചാനലിൽ കാണണം, നീ വചനം കേൾക്കണം. ആ അമ്മ പറഞ്ഞ് അനുസരിക്കാൻ അവന് തോന്നി. അവൻ അവിടെ ഇരുന്നു. ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഒരു വചനം, ഒരു കാര്യം അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി. ദൈവത്തിന് കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന ഇഷ്ടമാണ്. എന്തോ ഒരു ടച്ച്, ഒരു ദൈവിക ഇടപെടൽ. അവൻ കുറച്ചു നേരം കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത് അവൻ്റെ ജീവിതത്തെ അത്ഭുതകരമായി വ്യത്യാസപ്പെടുത്തി. അവനും അവൻ്റെ പേരൻസും അത്യധികം ദൈവഭയത്തോടെ ബോംബെയിൽ നിന്ന് പിറവത്ത് വന്ന് താമസിച്ച് 5 ദിവസം ധ്യാനം കൂടി ഈ ഒരു അനുഭവം പിറവം കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സ്റ്റഡി, അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ബന്ധപ്പെട്ട ഒരുപാട് കാലത്തെ ദുഃഖങ്ങളിൽ ദൈവം ഇടപെട്ട ഒരു സംഭവം, ഒരു നിമിഷമായിരുന്നു അത്. ഇതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനേക നാളുകളായി ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത കണ്ണുനീരിലേക്കും വേദനയിലേക്കും ദൈവം തൻ്റെ വചനത്തെ അയക്കുന്നുണ്ട്. ആ വചനം ടെലിവിഷനിലൂടെയോ മീഡിയയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഓരോ വിധത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് എത്തിക്കും. അത് നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. എന്താ ഇങ്ങനെ വേറെ വിധത്തിൽ പള്ളി പറഞ്ഞ പോലെ അല്ലെങ്കിൽ കൺവെൻഷൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ മുട്ടായുക്തി വിചാരിച്ച് ഇരിക്കരുത്. ജോബിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 23 വേഴ്സസ് 13 and 14. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Book of Job chapter 23 verses 13 and 14. But he stands alone, and who can dissuade him? What he desires that he does.
what he desires, that he does. Who can obstruct him? ആർക്ക് അവിടുത്തെ തടയാൻ കഴിയും? What he desires, that he does. For he will complete what he appoints for me. And many such things are there in his mind. അവിടുത്തെ മനസ്സിൽ പലതുമുണ്ട്. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് നടപ്പാക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാസറ്റിലൂടെ വചനമൊന്നും കേൾക്കുകയില്ല, ഞാൻ ടെലിവിഷനിലൂടെ വചനമൊന്നും കേൾക്കില്ല, അവിടെയൊന്നും ദൈവം ഇല്ലെന്നാ തോന്നണേ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാസറ്റും വചന ശുശ്രൂഷകളും മീഡിയകളും ഇതെല്ലാം കച്ചവടമാണെന്ന് വെറുതെ ബ്രാൻഡ് ചെയ്യരുത്. ഷാലോം മിനിസ്ട്രി, ഷാലോം ചാനൽ, ബഹുമാനപ്പെട്ട ബെന്നിസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഷാലോം മിനിസ്ട്രി ലോകത്തിൽ സഭയിൽ വലിയൊരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ആ ഷാലോം ചാനലൊന്ന് സ്പോൺസർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരിക്കാരനാകാൻ കുറച്ച് സമ്പത്ത് മുടക്കുന്നതോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വലിയൊരു ദൈവവിളി, ഒരു ഭാഗ്യവുമാണത്. ദൈവരാജ്യ വേലയിൽ പങ്കാളിയാകാൻ, നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവരാജ്യ വേലയിൽ പങ്കാളിയാകാൻ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യം, ഒരു സംഗതിയാണത്. അതിനെ നിസ്സാരമായി കാണരുത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിൽ സ്നേഹസേന എന്നൊരു കൊച്ചു മാസിക, 10 പൈസ 20 പൈസ വേണ്ടിയായിരുന്നു അന്ന്. 8ാം ക്ലാസ്സിലും 9ലും 10ലൊക്കെ ഞാൻ പഠിക്കുമ്പം ഞാൻ പള്ളിയിൽ പോയി ആത്മീയ ഉത്കർഷം എനിക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഈശോ സഭ വൈദികരുടെ നേതൃത്വത്തിലുള്ള സ്നേഹസേന എന്ന 20 പൈസയുടെ ആ മാഗസിൻ ഞാൻ വായിക്കുമ്പം എനിക്ക് വലിയ ആത്മീയ ഉത്കർഷം ലഭിച്ചുകൊണ്ടിരുന്നു. ഇന്നും ഇത്രയും വയസ്സായിട്ട് ഞാൻ മറക്കാത്തൊരു കാര്യമാണ് എൻ്റെ ചെറുപ്പകാലത്ത് ആ 20 പൈസയുള്ള സ്നേഹസേനയിലൂടെ അവർ വിതച്ച ആത്മീയ ബോധ്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പത്രമാധ്യമ ശുശ്രൂഷകളെയും പ്രിന്റിംഗ് മീഡിയ അങ്ങനെയുള്ള ശുശ്രൂഷകളെയൊക്കെ അത് മുദ്രണാലയ ശുശ്രൂഷ വലിയൊരു പ്രേക്ഷിത വേലയാണ്. അതിനൊരു കച്ചവടമായിട്ട് മക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നിങ്ങളുടെ പ്രദേശത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് കൈകോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് വലിയൊരു ദൈവരാജ്യ വേലയുടെ മുന്നേറ്റമായി രൂപാന്തരപ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9ാം അധ്യായം അതിൽ 17ാം തിരുലിഖിതം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 9 വേഴ്സ് 17, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും നൽകുന്നില്ലെങ്കിൽ കർത്താവേ അങ്ങയുടെ ഹിതം ആരറിയും? ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 9 വേഴ്സ് 17, who can know your counsel unless you give wisdom and send your Holy Spirit from on high? NAB ബൈബിളിൽ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 9 വേഴ്സ് 17 we read like this, who can know your counsel unless you give wisdom and send your Holy Spirit from on your high. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിൽ, നമ്മളായിരിക്കുന്ന ദേശത്ത് സുവിശേഷ വേല ചെയ്യുന്ന മീഡിയ പ്രവർത്തകരോട് കൈകോർത്ത് അതിനെ ഒരു വലിയ ദൈവരാജ്യ വേലയായി കണ്ട് പ്രേക്ഷിത വേലയിൽ അണിചേരാൻ മക്കളെ നമുക്ക് ഉത്സാഹിക്കാം. ഈ ആരാധനയുടെ സമയത്ത് കരഞ്ഞു നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് ലക്ഷോപലക്ഷം മീഡിയ പ്രവർത്തകർ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിന് വേണ്ടി ഉപവസിക്കുന്നു, യേശുവിന് വേണ്ടി വചനങ്ങളും ശുശ്രൂഷകളും മീഡിയയിലൂടെ ദൈവജനങ്ങളുടെ പക്കലേക്ക്, കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നു. നമുക്ക് ഈ സമയം 2 കരങ്ങൾ ഉയർത്തി മീഡിയയിലൂടെ പ്രേക്ഷിത വേല ചെയ്യുന്ന സർവ്വ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോം ചാനലിനെ അനുഗ്രഹിക്കണേ കർത്താവേ. ഷാലോം മീഡിയ പ്രവർത്തകരെല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ. എല്ലാ പ്രവർത്തകരെ അനുഗ്രഹിക്കണ കർത്താവേ. മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ തരത്തിലുള്ള പ്രേക്ഷിത വേലകളെ അനുഗ്രഹിക്കണ കർത്താവേ. ലോക സുവിശേഷവൽക്കരണത്തെ അനുഗ്രഹിക്കണ കർത്താവേ. യേശുവേ, 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 സർവ്വ മക്കളുടെ മേൽ ഇപ്പോൾ കൃപ ചൊരിയണമേ കർത്താവേ.
യേശുവേ യേശുവേ രോഗികളെ സ്പർശിക്കണമേ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ.